സിനിമയുടെ വിവിധ മേഖലകളിൽ 35 വർഷത്തോളമായി നൽകിവരുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് എടത്തറ പൊതുജന വായനശാല ഏർപ്പെടുത്തിയ രണ്ടാമത് പ്രഭ പുരസ്കാരം സംവിധായകൻ ലാൽ ജോസ് ഏറ്റുവാങ്ങി. മുൻ MLA അഡ്വക്കേറ്റ് KN ഖാദറാണ് 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. അപ്പോൾ മനുഷ്യ സംസ്കൃതിയിൽ പലതും പല കാലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. മഹർഷിവര്യന്മാരും പ്രവാചകന്മാരും പല കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പറഞ്ഞത് സാരാംശത്തിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനുമാണ്. അല്ലേ? ജാതിഭേദം, മതദ്വേഷം ഇതുമില്ലാതെ സർവ്വരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞല്ലേ. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിട്ടണം എന്ന് ഗുരു പറയാനുള്ള കാരണം അതാണ്. പല മതസാരവും ഒന്നാണ്, പല മതങ്ങളും ഒന്നാന്നല്ല പറഞ്ഞത്, സാരങ്ങളൊന്നാണ്. അത് മനസ്സിലാക്കാതെ പരസ്പരം കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ പാമരന്മാരാണ്. അതിൽ നിങ്ങൾ വീണു പോകാതെ നിങ്ങൾ ശാന്തരായിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. എന്താണ് അങ്ങനെയുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ വിളനിലമാണ് നമ്മുടെ കേരളവും നമ്മുടെ ലോകവും നാം ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാ മതങ്ങളും ഒക്കെ അതാണ്. ഇപ്പോൾ ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആധ്യാത്മികതയിൽ ധന്യമായൊരു ജില്ല ഉണ്ടോയെന്ന് സംശയമാണ്. രാമായണമില്ലാതെ ഹിന്ദു ഉണ്ടോ? അധ്യാത്മ രാമായണം എവിടെയാണ് ജനിച്ചത്? തിരൂരാണ് അധ്യാത്മ രാമായണം. ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ രാവിലെ കേൾക്കുന്ന നാരായണീയം, നാരായണ ഭട്ടതിരി, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ നാരായണീയം. ഭട്ടതിരി എവിടെയാണ്? ഭട്ടതിരി ഉള്ളത് തിരുനാവായ ചന്ദനക്കാവിലാണ്. കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യയെ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം പ്രധാന നമ്മോട് ചോദിച്ചത് ഇവിടെ നിന്ന് തൊട്ടടുത്തു നിന്നാണ്, അങ്ങാടിപ്പുറത്തു നിന്നാണ്. തന്റെ പുസ്തകമായ ക്യാപ്റ്റൻ കുഞ്ചൻ IAS പ്രകാശന വേദിയിൽ വെച്ച് അന്തരിച്ച പ്രഭ ആനമങ്ങാടിന്റെ സ്മരണാർത്ഥം പ്രഭ അനുസ്മരണ സമിതിയാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ലെൻസിന് പിറകിലെ മിക്ക കാഴ്ചകളും ഹൃദിസ്ഥനായ അദ്ദേഹം ഫിലിം മേക്കിങ്ങിന്റെ ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ പരിസരങ്ങൾ, കഠിന പ്രയത്നവും ശില്പവും പ്രശസ്തി പത്രവും അതോടൊപ്പം 10,001 ഈ ചെറിയ അവാർഡ് തുക സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട സംവിധായകൻ, നിർമ്മാതാവ്, നടൻ എന്നീ നിലകളിൽ മലയാള സിനിമയിൽ ലാൽ ജോസ് അടയാളപ്പെടുത്തിയ മികവിനുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം. ഈ പുരസ്കാര തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു പുരസ്കാരമാണിത്. ഞാൻ സാധാരണ എന്നോടൊപ്പമുള്ള സിനിമാ രംഗത്തുള്ള ഒരുപാട് സഹപ്രവർത്തകരുടെ നാടുകളിൽ അവർക്ക് അവരുടെ നാട് നൽകുന്ന സ്വീകരണങ്ങളിൽ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ പലർക്കുമുള്ള പുരസ്കാരം ഞാൻ ഇതുപോലെ കൈമാറിയിട്ടുണ്ട്. എനിക്കങ്ങനെ അധികം പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല സാർ. നാട്ടിലുള്ള അതിൻ്റെ ഒരു കാരണം ഞാനാണ്. എൻ്റെ നാട്ടിൽ എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് എനിക്ക് സ്വയം ലജ്ജാകരമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം ഒറ്റപ്പാലം ടൗണിൽ ജനിച്ച് വളർന്ന ഒരാൾ, അവിടുത്തെ ഓരോ വീട്ടുകാർക്കും ഞാൻ ഇപ്പോഴും ലാൽ ജോസ് ആയിട്ടില്ല, ലാലുവാണ്. വായനശാല പ്രസിഡന്റ് VT അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രഭ അനുസ്മരണ സമിതി ചെയർമാൻ സന്തോഷ് പാറൽ സ്വാഗതവും E പ്രതീഷ് നന്ദിയും പറഞ്ഞു. ഗ്രന്ഥശാല സംഘം ജില്ലാ സമിതി അംഗം വേണു പാലൂർ, രാമദാസ് മുണ്ടൻകോടി, ഡോക്ടർ S രാമദാസ് എന്നിവർ ആശംസകൾ നേർന്നു. പുരസ്കാര സമർപ്പണത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊളത്തൂർ പാർത്ഥസാരഥിയും സുധി വട്ടപ്പിന്നിയും അവതരിപ്പിച്ച നാടക സ്കെച്ചുകൾ, ശ്രിത വൈഷ്ണ നയിച്ച കരോക്കെ ഗാനമേള, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. CCN പെരിന്തൽമണ്ണ.